ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡിനെ സംശയ നിഴലിൽ നിർത്തി ഹൈക്കോടതി. നിലവിലെ ഭരണസമിതിയുടെ മിനിറ്റ്സിൽ ഗുരുതര ക്രമക്കേടുകളെന്നാണ് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യം വെച്ചത് രാജ്യാന്തര വിഗ്രഹ കടത്തെന്ന സംശയവും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പ്രകടിപ്പിച്ചു. ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക പാളി കൊടുത്തുവിട്ടത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല. സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്താൻ ഈ വർഷം മതിയായ സമയം കിട്ടിയെങ്കിലും ബോർഡ് തയ്യാറായില്ല. ഈ പശ്ചാത്തലത്തിലാണ് അഴിമതി നിരോധന നിയമം നിലനിൽക്കുമോ എന്ന ചോദ്യം കോടതി ഉയർത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രാജ്യാന്തര വിഗ്രഹ കടത്തുകാരൻ സുഭാഷ് കപൂറുമായാണ് കോടതി താരതമ്യപ്പെടുത്തിയത്. ശബരിമലയിലെ മൂല്യവസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്നും കോടതി സംശയിക്കുന്നു. 2019 ഭരണസമിതിക്കെതിരെയും അതിരൂക്ഷ വിമർശനമുണ്ട്. ബാക്കി വന്ന ദേവസ്വം ബോർഡിന്റെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചിട്ടും ക്രിമിനൽ നടപടി സ്വീകരിക്കാതിരുന്നത് അത്ഭുതപ്പെടുത്തിയെന്ന് കോടതി വ്യക്തമാക്കി. പോറ്റിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചു എന്ന നിഗമനത്തിലാണ് കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തിന് ശാസ്ത്രീയ പരിശോധന നടത്താൻ കോടതി അനുമതി നൽകി. ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തുമ്പോൾ കോടതി പോലും ഞെട്ടുന്ന സാഹചര്യമാണുള്ളത്. 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം ബാക്കി. ഹൈക്കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.